ചോദ്യം 1. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ഉത്തരം ഹിമാലയ പർവ്വതം. ചോദ്യം 2. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ഉത്തരം പസഫിക് സമുദ്രം. ചോദ്യം 3. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഏഷ്യാ ഭൂഖണ്ഡം. ചോദ്യം 4. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ഏതാണ്? ഉത്തരം അറേബ്യൻ ഉപദ്വീപ്. ചോദ്യം 5. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഉത്തരം റഷ്യ. ചോദ്യം 6. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഉത്തരം ഗ്രീൻലാൻഡ്. ചോദ്യം 7. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏതാണ്? ഉത്തരം ഇന്തോനേഷ്യ. ചോദ്യം 8. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം സുപ്പീരിയൻ തടാകം. ചോദ്യം 9. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഉത്തരം ആമസോൺ. ചോദ്യം 10. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഉത്തരം കാസ്പിയൻ കടൽ. ചോദ്യം 11. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. ചോദ്യം 12. കേരളത്തിലെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന സ്ഥലത്ത്. ചോദ്യം 13. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട്. ചോദ്യം 14. കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പാറോട്ടുകോണം. ചോദ്യം 15. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പന്നിയൂർ. ചോദ്യം 16. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം എന്താണ്? ഉത്തരം സത്യമേവ ജയതേ. ചോദ്യം 17. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മണ്ണൂത്തി. ചോദ്യം 18. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ചോദ്യം 19.
ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേള ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കായികമേള ഏതാണ്? ഉത്തരം ഒളിമ്പിക്സ്. ചോദ്യം 20. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മുംബൈ. ചോദ്യം 21. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം IM വിജയൻ. ചോദ്യം 22. കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കുട്ടനാട്. ചോദ്യം 23. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ സലീം അലി. ചോദ്യം 24. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? ഉത്തരം നവംബർ 12. ചോദ്യം 25. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം 26. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ഉത്തരം എക്കൽ മണ്ണ്. ചോദ്യം 27. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. ചോദ്യം 28. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ചോദ്യം 29. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്? ഉത്തരം ബുദ്ധമയൂരി. ചോദ്യം 30. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം തൃശ്ശൂർ. ചോദ്യം 31. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ചൂലന്നൂർ. ചോദ്യം 32. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ചോദ്യം 33. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്ന വനം ഏതാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി. ചോദ്യം 34. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം ഏതാണ്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. ചോദ്യം 35. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. ചോദ്യം 36. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. ചോദ്യം 37. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ
ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട. ചോദ്യം 38. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന പൂന്തോട്ടം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന പൂന്തോട്ടം ഏതാണ്? ഉത്തരം മലമ്പുഴ ഉദ്യാനം. ചോദ്യം 39. പുരുഷന്മാരേക്കാൾ സ്ത്രീകൾ കുറവുള്ള കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. പുരുഷന്മാരേക്കാൾ സ്ത്രീകൾ കുറവുള്ള കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ചോദ്യം 40. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ചോദ്യം 41. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. ചോദ്യം 42. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. ചോദ്യം 43. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ചോദ്യം 44. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ഉത്തരം പാലക്കാട് ചുരം. ചോദ്യം 45. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? ചോദ്യം ഒന്നുകൂടി കേൾക്കുക. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 44. ചോദ്യം 46. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കൂട്ടുകാരെ, ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഉത്തരം ഭവാനി, കബനി, പാമ്പാർ. ചോദ്യം 47. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. ചോദ്യം 48. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഏത് നദിയിലാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാർ. ചോദ്യം 49. ദേശീയ ശാസ്ത്രദിനം എന്നാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ദേശീയ ശാസ്ത്രദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 28. ചോദ്യം 50. ഓസോൺ ദിനം എന്നാണ്? കൂട്ടുകാരെ, ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഓസോൺ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം 1. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം 2. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. കൂടുതൽ മോക്ക് ടെസ്റ്റുകൾക്കായി രചന ഫാമിലി എന്ന ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.